നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഓട്ടോ ഡ്രൈവറുടെ ഇഷ്യൂ ഉണ്ടല്ലോ, നേരത്തെ ആ ഓട്ടോ ഡ്രൈവറെ ബസ് ജീവനക്കാർ മർദ്ദിച്ച ആ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേസാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകർ അതാണ് കാണുന്നത്. മലപ്പുറത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിലെ ദൃശ്യങ്ങളാണ്. അബ്ദുൾ ലത്തീഫിനെ ഇവിടെ ബസ് ജീവനക്കാർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ബസ്സിൽ സ്വാഭാവികമായും അവരുടെ കൈവശം ഉണ്ടാകുന്ന ചില ആയുധങ്ങൾ ഉണ്ടല്ലോ. കാരണം ഈ സ്വകാര്യ ബസ് ജീവനക്കാർ എവിടെ മർദ്ദിക്കാൻ അല്ലെങ്കിൽ ഏത് വഴക്കിന് ബസ്സിൽ നിന്നിറങ്ങിയാലും അവരെ ആയുധം കയ്യിലെടുക്കും, ടൂൾ എടുക്കും. ആ ടൂൾ തന്നെ ആയിരിക്കാം ഇവിടെ ഈ ഘട്ടത്തിലും ഉണ്ടാവുക. ഇത് നമ്മൾ ഓർക്കേണ്ടത് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളുകളെ ഈ ഓട്ടോ സവാരിക്കുള്ളവരെ കയറ്റി ആ ഓട്ടോറിക്ഷ കുറേ ദൂരം മുന്നോട്ട് വരുമ്പോൾ ഈ ബസ് ആ ഓട്ടോയെ പിന്തുടർന്ന് വന്ന് ഒരു ഭാഗത്ത് വെച്ച് ആ ബസ് ഈ ഓട്ടോയുടെ മുന്നിൽ കയറ്റി നിർത്തി അതിനുശേഷം ജീവനക്കാർ ഇറങ്ങി ഡ്രൈവറെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. ആ മർദ്ദനത്തിന് ശേഷം ഈ ഓട്ടോ ഡ്രൈവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്ക് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ്